നിവിൻ പോളി, ഉണ്ണി മുകുന്ദൻ, ടോവിനോ ഇവരൊക്കെ ബിഗ് ബോസ് വീട്ടിലേക്ക് വന്നു കഴിഞ്ഞാൽ എങ്ങനെയായിരിക്കും ജസ്റ്റ് ഒന്ന് നോക്കാം. അവരല്ല, അവർ ആക്ട് ചെയ്താക്കുന്ന ക്യാരക്ടേഴ്സ്. ആദ്യം വരുന്ന മാർക്കോയാണ്. ശ്രദ്ധിക്കുക, മിസ്റ്റർ മാർക്കോ കടിച്ചു പിടിച്ചിരിക്കുന്ന വിറക് കഷ്ണം കിച്ചൺ ഭാഗത്ത് കൊണ്ട് കളയേണ്ടതാണ്. തോന്നിവാസം കാണിക്കാനുള്ള സ്ഥലമല്ല ഈ ബിഗ് ബോസ് വീട്. വരുന്ന പോക്കിന് തന്നെ പുള്ളിക്കാരൻ ഏതെങ്കിലും മൂലയിരിക്കുന്ന ക്യാമറയുടെ മുന്നിൽ ചെന്നിട്ട് പുള്ളിക്കാരൻ പറയുന്ന ഡയലോഗ് ഇതായിരിക്കും: എനിക്ക് അധികം സമയം നിൽക്കാൻ പറ്റില്ല, പറ്റുമെങ്കിൽ ഇന്ന് തന്നെ പോകണം. ഇന്ന് തന്നെ പോകാനാണെങ്കിൽ പിന്നെ എന്തിനാ ഇങ്ങോട്ട് വന്നത്? എൻ്റെ അനിയൻ്റെ കുഞ്ഞിനെ അത് തട്ടിക്കൊണ്ടുപോയി. കുഞ്ഞിനെ സേവ് ചെയ്യണം. പറ്റിയാൽ കുഞ്ഞു മാളിയപ്പുറത്തിനെ അയ്യപ്പനെയും കാണിക്കണം. മര്യാദയ്ക്ക് അവിടെ നിന്ന് ഗെയിം കളിക്കുക. അനിയൻ്റെ കുഞ്ഞ് സേഫാണ്. കുഞ്ഞു മാളികപ്പുറം മലയ്ക്ക് പോയി. മാളിയപ്പുറം അയ്യപ്പനെ കണ്ടോ? അയ്യപ്പനെ കാണാനല്ലാതെ പിന്നെ മുരുകനെ കാണാനാണോ മലയ്ക്ക് പോകുന്നത്? അങ്ങനെയെങ്കിൽ പ്രശ്നമില്ല. താങ്കൾ ഓക്കെ അല്ലേ? ഓക്കെയാണ് ബോസ്. ശരി, അഭിനന്ദനങ്ങൾ. അടുത്ത എൻട്രി നമ്മുടെ നിവിൻ പോളിയുടെ തട്ടത്തിൻ മറയത്തിലെ വിനോദ്. മെയിൻ ഡോർ തുറന്നിട്ടിട്ടും BGM മാത്രമേ ഉള്ളൂ, ആളിനെ കാണുന്നില്ല. അപ്പോഴത്തേക്ക് ബിഗ് ബോസ്: വിനോദ്, താങ്കൾ എന്താ അകത്തേക്ക് കയറി വരാത്തെ? ബിഗ് ബോസേ, വടക്കൻ കേരളത്തിൽ മാത്രം കണ്ടുവരുന്നൊരു പാതിര കാറ്റുണ്ട്, അത് വന്നില്ല. ഇത് വടക്കൻ കേരളമല്ല, മുംബൈ ആണ്. നിന്ന് വിടല് വർത്തമാനം പറയാതെ അകത്തേക്ക് കയറി വരിക. സോറി സാർ. ബിഗ് ബോസ്, പറയൂ. ആയിഷ വന്നിട്ടുണ്ടോ? ബിഗ് ബോസിന്റെ ചരിത്രത്തിൽ തന്നെ വന്ന അന്ന് തന്നെ ആരും എലിമിനേറ്റായി പുറത്തു പോയിട്ടില്ല. താങ്കൾ ആ ചരിത്രം മാറ്റി എഴുതുമോ? ഇല്ല സാർ, ഞാനായിട്ടത് മാറ്റില്ല. ഞാൻ ചോദിച്ചെന്നേ ഉള്ളൂ. ആ, എങ്കിൽ കയറി പോകൂ. ഗുഡ് ലക്ക്. അങ്ങനെ നിവിന്റെ ക്യാരക്ടറും ബിഗ് ബോസ് വീട്ടിലേക്ക് കയറിപ്പോയി. അടുത്ത എൻട്രി എന്ന് പറഞ്ഞാൽ ജിതിൻ രാംദാസ് ആണ്, നമ്മൾ ലൂസിഫറിലെ ടൊവിനോയുടെ ക്യാരക്ടർ. ജിതിൻ രാംദാസ്, എങ്ങനെയുണ്ട് ഞങ്ങളുടെ ബിഗ് ബോസ് ഹൗസ്? നിങ്ങൾക്ക് ഒരു സർപ്രൈസ് ഈ വീട്ടിലുണ്ട്. ഈ വീട്ടിലെ എല്ലാ ഫർണിച്ചറുകളും പണിഞ്ഞിരിക്കുന്നത് നിങ്ങളുടെ ഉടമസ്ഥയിലുള്ള തടിയിൽ നിന്നുമാണ്. ഞങ്ങളുടെ ഉടമസ്ഥയിലുള്ള തടിയോ? മനസ്സിലായില്ല. അതെ, PKR എന്ന വൻമരം വീണപ്പോൾ അതിൽ നിന്നും മുറിച്ചെടുത്ത തടി ഉപയോഗിച്ച്. ഒരുമാതിരി മറ്റേടത്ത തമാശ പറയരുത് ബോസേ. ക്ഷമിക്കണം, ഒരു തമാശ പറഞ്ഞതാ. തൻ്റെ തമാശ അതെന്നോട് വേണ്ട. ഓക്കെ, ഇനി ആവർത്തിക്കില്ല. അങ്ങനെ ആകെ കലിപ്പിലാണ് പുള്ളിക്കാരൻ അകത്തോട്ട് നടന്നു വരുന്നത്. അപ്പോൾ നമ്മൾ മാർക്കോ ചോദിക്കുകയാണ്: മിസ്റ്റർ ജിതിൻ, ഇങ്ങനെയാണോ മുണ്ടെടുക്കുന്നത്? മുണ്ടെടുക്കാൻ അറിയില്ലെങ്കിൽ വേറെ വല്ല ഡ്രസ്സ് ഇട്ടുകൊണ്ട് വന്നാൽ പോരെ? ജിതിൻ രാംദാസിന് മുണ്ടെടുക്കാനും അറിയാം, മുണ്ട് മടക്കി കുത്താനും അറിയാം, ഒരാവശ്യം വന്നാൽ മുണ്ട് പൊക്കി കാണിക്കാനും അറിയാം. അടിയന്തര ഘട്ടങ്ങളിൽ അതേ മുണ്ട് തന്നെ തലവഴി ഇട്ടുണ്ടിറങ്ങി ഓടാനും അറിയാം. നിന്നോടാരാടാ പറഞ്ഞ എനിക്ക് മുണ്ടെടുക്കാൻ അറിയില്ലെന്ന്? എന്നെ മുണ്ടെടുക്കാൻ പഠിപ്പിച്ചത് എൻ്റെ ചേട്ടനാ.